നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അതേ രൂപത്തിലാണോ തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം വരാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ പ്രശ്നമാകും. അതിനെ വലിയ രീതിയിലുള്ള പ്രതിരോധം അതിനെതിരെ ഉയരും. പറഞ്ഞത് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അണ്ണനാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CPM നേതാവാണ് വി ശിവൻകുട്ടി. അദ്ദേഹം ഈ പുതിയ നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അതിനോട് പ്രതികരിച്ചതാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മോഡലിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഈ നഗരസഭയുടെ ആസ്ഥാന മന്ദിരം പണിതാൽ അത് പ്രശ്നമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. അതിൻ്റെ മാതൃകയിലൊന്നുമല്ല ഇവിടെ തിരുവനന്തപുരത്തെ നഗരസഭയുടെ ആസ്ഥാന മന്ദിരം വരാൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മാതൃകയിൽ തിരുവനന്തപുരത്തിൻ്റെ നഗരസഭയുടെ ഒരു ആസ്ഥാന മന്ദിരം പണിതാൽ എന്തോ വലിയ തെറ്റായി പോകുമെന്ന രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തോട്, പ്രത്യേകിച്ചും പുതിയ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തോടുള്ള വലിയ പകയാണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് പാർലമെൻറ്റ് മന്ദിരം പണിതത്. പക്ഷേ അത് മോദിയുടെ എന്തോ ഭരണ നേട്ടമായിട്ട് ഇവരായിട്ട് അങ്ങ് ചാർത്തി കൊടുക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യക്കൊരു പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആവശ്യം വന്നു. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്നു. അത് ഇതിനു മുമ്പും ആലോചിക്കപ്പെട്ടതാണ്. ഇപ്രാവശ്യം നടന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് മോദിയുടെ അക്കൗണ്ടിലുള്ള ഒരു ഭരണ നേട്ടമായി ഇവരെല്ലാം കൂടെ ചാർത്തി കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തോട്, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തോട് എന്തോ ഒരു ഇഷ്ടക്കേട്. അങ്ങനെ ഒരെണ്ണം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊരു രാഷ്ട്രീയ നിലപാട്. ഇതൊക്കെ എന്ത് രാഷ്ട്രീയ നിലപാട് എന്നറിയില്ല. പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന പുതിയ നഗരസഭ ആസ്ഥാന മന്ദിരം, ആ ആസ്ഥാന മന്ദിരത്തിനെതിരെ ഇടതിരും അതുപോലെ തന്നെ വലതരും ഒരുമിച്ച് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം മേയർ നടത്തിയത്. അന്ന് തന്നെ എതിർപ്പുകൾ ആ ഒരു കൗൺസിലിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ല. പക്ഷേ വീണ്ടും ഈ ആസ്ഥാന മന്ദിരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുകയാണ്. പുതിയ ആസ്ഥാന മന്ദിരം പണിതു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ ഞങ്ങൾ എതിർക്കും. എന്തടിസ്ഥാനത്തിലാണ് എതിർക്കുന്നത്? മുഴുവൻ കാലവും, അതായത് ഇനി ഏതുവരെ ഉണ്ടാകുമോ, ലോക അവസാനം വരെയും ഈ പഴയ നഗരസഭാ കാര്യാലയ കെട്ടിടം അത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണോ? ഇടതുപക്ഷം ഭരിച്ചപ്പോൾ അവിടെ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ? എത്ര കെട്ടിടങ്ങളാണ് നഗരസഭ ആസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിച്ചപ്പോൾ വന്നത്? പക്ഷെ അതൊന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതല്ല, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതായിരുന്നില്ല. ഏതാനും ചില ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, അത് അവിടെയും ഇവിടെയുമൊക്കെ ആയി ചില പുതിയ കെട്ടിടങ്ങൾ പണിത് പഴയതിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആസ്ഥാന മന്ദിരത്തിൻ്റെ അത്രയും സ്ഥലത്തെ നേരാവണ്ണം ഉപയോഗിക്കാത്ത രീതിയിലുള്ള ചില അപക്വമായ നിർമ്മാണങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ, അതാണ് ഇവർ ഈ കഴിഞ്ഞ 45 കൊല്ലമായി നടത്തിക്കൊണ്ടു വന്നിരിക്കുന്നത്. അത് പോരാ, കാലത്തിന് അനുയോജിച്ച രീതിയിൽ ഒരു ആസ്ഥാന മന്ദിരം കേരളത്തിൻ്റെ ഏറ്റവും വലിയ നഗരസഭ കോർപ്പറേഷനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷന് വേണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പക്ഷെ അതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയും ആ പദ്ധതിയെ അന്ധമായി അങ്ങ് എതിർക്കുകയും ചെയ്യുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ് അംഗങ്ങളും എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിൻ്റെ എതിർപ്പാണ് എടുത്തു പറയേണ്ടത്. അവിടെ ചുറ്റോട് ചുറ്റും അശാസ്ത്രീയമായ രീതിയിൽ ദീർഘവീക്ഷണമൊന്നും ഇല്ലാതെ നാളേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പേസ് വേണമെന്ന ഒരു ചിന്തയില്ലാതെ കെട്ടിടങ്ങൾ ഉയർത്തിയപ്പോൾ അപ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ല. എന്തായാലും വളരെ വിശദമായ അല്ലെങ്കിൽ വളരെ വലിയ ഒരു കെട്ടിടം തന്നെയാണ്, ദീർഘകാല വീക്ഷണത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. 200 കോടിയുടെ പുതിയ പദ്ധതിയാണ്. 200 കോടിയുടെ ആസ്ഥാന മന്ദിരമാണ് ഈ പുതിയ പദ്ധതിക്ക്, പുതിയ കെട്ടിടത്തിന് അല്ലെങ്കിൽ പുതിയ പദ്ധതി പ്രകാരമുള്ളത്. അവിടെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. 6 ലക്ഷം ചതുരശ്ര അടി ആണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വിസ്തീർണം. 6 നിലയാണ് നഗരസഭാ കാര്യാലയത്തിനുള്ളത്. ലഘുഭക്ഷണശാല മുതൽ ഓഡിറ്റോറിയം, ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിങ്ങനെ കോൺഫറൻസ് ഹാളുകൾ, അതുപോലെ തന്നെ ഈ നഗരസഭയ്ക്ക് കൂടാൻ ആവശ്യമായ കൗൺസിൽ ഹാൾ, ഇങ്ങനെ അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആസ്ഥാന മന്ദിരമാണ് 200 കോടി രൂപ ചെലവിൽ നഗരസഭയിൽ എത്തുന്നത്. നഗരസഭയുടെ ഒരു ആസ്തി വികസനമാണത്. 200 കോടി രൂപ മൂല്യമുള്ള ഒരു കെട്ടിടം നഗരസഭയ്ക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ കോർപ്പറേഷന് വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ
കോർപ്പറേഷൻ്റെ ആസ്തി വർദ്ധിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കോർപ്പറേഷന് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ ചോർത്തിയെടുത്ത് CPMൻ്റെ പ്രാദേശിക നേതാക്കൾ പള്ള വീർപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തെളിവുകൾ സഹിതം ഇപ്പോഴത്തെ ഭരണസമിതി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അനങ്ങാതെ മാളത്തിലേക്ക് ഒളിച്ചിരുന്ന ഇടതുപക്ഷ നേതാക്കന്മാരാണ് ഇപ്പോൾ പുതിയ ആസ്ഥാന മന്ദിരം വരുന്നു, പോക്കറ്റിലേക്ക് കട്ടുകൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആസ്ഥാന മന്ദിരം പണിതാൽ, ആ പണമെടുത്ത് ആസ്ഥാന മന്ദിരം പണിതാൽ വലിയ പ്രശ്നമാവുകയാണ് ഇവർക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന് അങ്ങനെ ഒരു ആസ്ഥാന മന്ദിരത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ്. പൗരാണികമായ ഒരു കെട്ടിടമാണ്, അതിന് എന്തോ ഒരു പുരാവസ്തു മൂല്യമൊക്കെ ഉണ്ടത്രേ. ആ കെട്ടിടം ഇങ്ങനെ സംരക്ഷിക്കണം, പൈതൃക സ്വത്താണ്, അത് സംരക്ഷിക്കണം, അവിടെ പുതിയ കെട്ടിടങ്ങളൊന്നും പാടില്ല എന്നൊക്കെയാണ് പഴഞ്ചൻ അവകാശവാദങ്ങൾ. കേരളം ഇതൊക്കെ കൊണ്ടാണോ രക്ഷപ്പെടാതിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. കാരണം 1940 തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ നിലവിൽ വന്നത്. സ്വാതന്ത്ര്യത്തിനുമൊക്കെ വളരെ മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് ജനാധിപത്യം നിലവിലുണ്ടായിരുന്നു, കോർപ്പറേഷൻ നിലവിലുണ്ടായിരുന്നു. ആ കോർപ്പറേഷന് സ്വന്തമായ ഒരു കെട്ടിടം വന്നത് 1966 1962 ഇതിൻ്റെ പണി തുടങ്ങിയത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയാണ് ഈ ഒരു കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. പിന്നീട് 4 വർഷം കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടം പണി പൂർത്തിയാക്കിയത്. പിന്നീട് 1966 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. അതായത് നഗരസഭയുടെ ഒരു പരിപാടിക്ക് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നഗരസഭയുടെ മുഴുവൻ വികസനത്തിനും വേണ്ടി ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുമെന്നും ആ ബ്ലൂ പ്രിൻ്റ് തിരുവനന്തപുരം നഗരസഭയിലെത്തി പ്രധാനമന്ത്രി സമർപ്പിക്കുമെന്നൊക്കെയാണ് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത്. അങ്ങനെയൊന്നുമല്ല BJP പറഞ്ഞിരുന്നു. പക്ഷേ നഗരസഭയിൽ പ്രധാനമന്ത്രി എത്തുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു നഗരസഭയിലേക്ക് പ്രധാനമന്ത്രി വരികയോ, അത് അങ്ങനെ പാടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച പല മാധ്യമങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ചരിത്രത്തിൽ പരിശോധിച്ചാൽ അറിയാം, 1966 ഈ തിരുവനന്തപുരം നഗരസഭയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരേ കെട്ടിടത്തിലാണ് ഈ നഗരസഭ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള വിപുലീകരണവും ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന രീതിയിൽ കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത യാതൊരു തരത്തിലുള്ള ടൗൺ പ്ലാനിംഗ് പോലും ഇല്ലാത്ത ഒരു കെട്ടിടം, അതാണ് ഇവിടെ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ നഗരസഭാ കാര്യാലയമാണ് ആയിട്ടുള്ളത്. അവിടെ വലിയ രീതിയിലുള്ള അസൗകര്യങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ അസൗകര്യങ്ങൾക്കിടയിലാണ് കോർപ്പറേഷൻ പ്രവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ളത് അത്യാവശ്യമായ ഒരു അടിസ്ഥാന സൗകര്യമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല ആർക്കും. പക്ഷേ കെട്ടിടം പണിയരുത്, പണിത് കഴിഞ്ഞാൽ ഞങ്ങൾ എതിർക്കും. പ്രത്യേകിച്ചും ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരമുണ്ടല്ലോ, ആ മോഡലിലുള്ള ഒരു കെട്ടിടവും ഇവിടെ പാടില്ല എന്നൊക്കെയാണ് ഈ വി ശിവൻകുട്ടി പറയുന്നത്. സത്യത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് എന്നോർക്കണം. ആ കോർപ്പറേഷനിലാണ് ഇങ്ങനെ ഒരു കെട്ടിടം പണിയുന്നതിൻ്റെ പേരിൽ ഇതൊരു വലിയ വിവാദമാക്കി മാറ്റി ആ വികസനം തടസ്സപ്പെടുത്തുക. ടൗൺ പ്ലാനിംഗ് നടക്കേണ്ട ഒരു ഓഫീസാണ് ഈ തിരുവനന്തപുരം എന്നല്ല, ഏതൊരു കോർപ്പറേഷനായാലും ടൗൺ പ്ലാനിംഗ് നടക്കേണ്ടത് അവിടെയാണ്. ആ പ്ലാനിംഗ് നടത്തേണ്ട ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ആ ആസ്ഥാന മന്ദിരം തന്നെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ, യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. കാലാനുസൃതമായ മാറ്റം വരണം. ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ മാറ്റങ്ങളും വികസനങ്ങളും ഒക്കെ വന്നിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 200 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അത്തരം പദ്ധതികൾ തിരുവനന്തപുരം കോർപ്പറേഷന് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ഭരണമുന്നണി പ്രസ്താവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൗൺസിൽ പ്രസ്താവിച്ചിരിക്കുന്നു. പക്ഷേ അതിനെതിരെ രംഗത്ത് വരുന്നത് ശരിയാണോ, അത് വികസനപ്പെടുത്തുന്നത് തടസ്സമല്ലേ, അല്ലെങ്കിൽ ഇത് ആ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമല്ലേ എന്ന് മുൻ എം എൽ എ ആയിരുന്ന വി ശിവൻകുട്ടി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തിരുവനന്തപുരത്തിൻ്റെ തിലകക്കുറിയായി മാറേണ്ട ഒരു കെട്ടിടമാണ്. വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരു കെട്ടിടമാണ്. അതിൻ്റെ ആസൂത്രണത്തിൽ തന്നെ അതിൻ്റെ വളരെയധികം മേന്മ അറിയുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മോഡലിലാണ് എന്ന് ആരാണ് ശിവൻകുട്ടിയോട് പറഞ്ഞു കൊടുത്തത് എന്നറിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മോഡലിലായാൽ പോലും അഭിമാന പുരസ്സരം അതിനെ സ്വാഗതം ചെയ്യേണ്ടതിന് പകരം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മോഡലിലുള്ള ഒരു കെട്ടിടവും ഇവിടെ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയവും ജനാധിപത്യവുമാണ് എന്ന് വി ശിവൻകുട്ടി, മുൻ മേയർ കൂടിയായ, മുൻ MLA കൂടിയായ വി ശിവൻകുട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കണം.